എയറോളിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു യാത്രയാണ്. ഇതുപോലെ എല്ലാ മഴക്കാലങ്ങളിലും ഞങ്ങളൊരു യാത്ര പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വർഷത്തെ യാത്ര ഞങ്ങൾ പോകുന്നത് എവിടേക്കാണ്? നമ്മൾ ഇന്നത്തെ യാത്ര പോകുന്നത് സത്രം. ഹലോ. സത്രം എന്ന് പറഞ്ഞാല് കുമ്പളിയിലുള്ള ഒരു എന്താ പറയാ, ഒരു പുൽമേടും ഒരു കാടും ഒക്കെ ചേർന്ന ഒരു പ്രദേശമാണ്. ഇപ്പോൾ അവിടെ നാവിക അക്കാഡമിയുടെ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കാട്ടിനോട് ചേർന്നൊരു കോട്ടേജ് ഉണ്ട്. അവിടെ ഞങ്ങളുടെ സ്ഥിരം കുറ്റികൾ, സ്ഥിരം യാത്രക്കാർ ഒരു ആടിനെയൊക്കെ അങ്ങോട്ട് വാങ്ങിച്ച് മുഴുവനായിട്ട് ചുടനായിരുന്നു പ്ലാൻ. അത് ചെറിയൊരു നമ്മുടെ മാസ്റ്റർ ഷെഫ് ലീവായി പോയി. അത് കാരണം പീസ് ആക്കിയിട്ടുണ്ട്. അതിനൊക്കെ കൊണ്ടുപോയി അങ്ങോട്ട് ചുട്ട് രാത്രി അതൊക്കെ അങ്ങോട്ട് അടിച്ച് ആ മഞ്ഞത്തും കാറ്റത്തും ഒക്കെ ആ പുൽമേറ്റിക്കുട്ടിയൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നാളെ രാവിലെ അങ്ങനെ അതിനേക്കാളൊക്കെ ഉപരി ഒരു വർഷത്തോളമായി ഞങ്ങള് ജില്ലയുടെ പല ഭാഗത്തുള്ള ആൾക്കാരെല്ലാം ഒന്ന് കൂടി ആ ഒരു വർഷത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കിടന്നുറങ്ങി രാവിലെ ഇതെല്ലാം കഴിഞ്ഞ് സെറ്റാക്കി തിരിച്ചു വരിക. അതാണ് ഈ ട്രിപ്പിന്റെ പരിപാടി. ഓക്കെ, പോയിട്ട് വരാം. ഞങ്ങള് ഈ യാത്രക്ക് ഞങ്ങൾ പ്ലാൻ ഇട്ടിട്ടുള്ളത് മൺസൂൺ ആണ്ടെന്നാണ്. ഇതുപോലെ എല്ലാ വർഷക്കാലങ്ങളിലും ഇതുപോലെ ഒരു മഴയുള്ള ദിവസങ്ങൾ ഞങ്ങൾ സെലക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു നല്ലൊരു ഇതുപോലെ ഒരു ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ പോയിട്ട് മഴ കൊള്ളുക, അതൊക്കെയാണ് ഞങ്ങൾ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ കുറച്ച് നമ്മളെ ഫ്രണ്ട്സുകൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് കുറച്ച് സൊറ പറഞ്ഞിരിക്കുക, പിന്നെ അതുപോലെ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കുക, അതൊക്കെയാണ് മെയിൻ ഞങ്ങളതിലെ ഉദ്ദേശങ്ങൾ വരുന്നത്. പിന്നെ ഇന്ന് അത്യാവശ്യം ഞങ്ങൾ തിരഞ്ഞെടുത്തുള്ള ദിവസം നല്ലൊരു ദിവസം തന്നെയായിരുന്നു. കാരണം ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്യുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ പുറത്ത് ഇങ്ങനെ ചാറ്റൽ മഴ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വരുന്ന ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ സ്ഥലം ഇടുക്കിയിലോട്ട്, അതായത് കുട്ടിക്കാനം മുണ്ടക്കായ ആ ഏരിയയിലേക്ക് പോകുന്തോറും മഴൻ്റെ തീവ്രത കൂടിക്കൂടി വരികയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള കാലാവസ്ഥ. ഞങ്ങൾ വിചാരിച്ച മാതിരി അങ്ങനെ എല്ലാ രീതിയിലുള്ള വൈബും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ട്രിപ്പിൽ എങ്ങനെയാലും കിട്ടും. നേരത്തെ നമ്മളെ വീഡിയോ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ യൂസുഫ്ക, അതുപോലെ തന്നെ നമ്മളെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന നമ്മുടെ ഉണ്ട്, നമ്മൾ റാഫി സാബ് ബാക്കിൽ. അങ്ങനെ ഞങ്ങൾ 4 പേരാണ് പിന്നെ എറണാകുളത്ത് നിന്ന് പിന്നെ ഇവിടേക്ക് തിരിച്ചിട്ടുള്ളത്. പിന്നെ വേറെ ജില്ലകളിൽ നിന്നൊക്കെ ആയിട്ട് വേറെ ആളുകൾ അവരെ കാറിൽ പിന്നെ മുണ്ടക്കയത്ത് ഒക്കെ എത്തിയിട്ടുണ്ട്. അവരെ ഞങ്ങൾ ഇവിടുന്ന് മീറ്റ് ചെയ്യുക ചെയ്യുന്നത്. എന്നിട്ട് എല്ലാവരും കൂടി പിന്നെ ഞങ്ങൾ നമ്മുടെ സൈറ്റിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരവിടെ എത്തിയിട്ടുണ്ട്. അവിടുന്ന് അവരെയും കൂടി കൂട്ടിയിട്ടുള്ള വീഡിയോ നമുക്ക് അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ കുമളി ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ സ്ഥലത്തിന് വരുന്ന പെരുവന്താനം ആ വാട്ടർഫാൾസ് ഒക്കെ എത്താനായിട്ട് ആ റോഡ് സൈഡിൽ കാണുന്ന ഒരു കുമളി പിന്നെ റോട്ടിലുള്ള കോട്ടയം കുമളി റോട്ടിലുള്ള ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, ആ ഏരിയയിൽ എത്താനായിട്ട്. അപ്പോൾ ആ സമയത്ത് കണ്ട ചെറിയൊരു ചാറ്റൽ മഴ, അതിൻ്റെ കൂടെ ചുറ്റുഭാഗം ഒരു രക്ഷയില്ലാത്ത കോടയായിട്ടുള്ളത്. കോട എന്ന് പറഞ്ഞാൽ പോരാ, നല്ല വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുന്ന കോടകൾ. എന്താ ഭംഗി എന്നറിയൊരു ചെറിയൊരു ചാറ്റൽ മഴയും കോടയും ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഈ ഒരു ചുറ്റുഭാഗം ഈ പച്ചപ്പും അതിൻ്റെ നടുവിലുള്ള ഈ റോഡും വല്ലാത്തൊരു ആംബിയൻസാണ് കേട്ടോ. ഇതിലൂടെ ഇങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ വണ്ടി ഓട്ടി ഇങ്ങനെ പോകാൻ നല്ല ആംബിയൻസ്, നല്ല ഇളം തണുപ്പ്, വല്ലാത്തൊരു വൈബാണ്. കോട്ടയം കുമളി റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കാണുന്ന കാഴ്ചട്ടെ കാണുന്നത്. നമ്മളെ മലൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ഒഴുകുന്ന വെള്ളച്ചാട്ടങ്ങളാണ് ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ കാണുന്നത് കേട്ടോ. എന്താ ഭംഗി, ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. ഈ ഒരു സൈഡിലായിട്ട് നമ്മളെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആ ഒരു മലൻ്റെ ഇടയിലൂടെ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്, ആ കാഴ്ച. പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കോട. ആ വെള്ളച്ചാട്ടം കണ്ടില്ലേ, എന്താ ഒരു രക്ഷയില്ലട്ടെ ഈ കോട, എന്താ ഒരു പച്ചപ്പ്. ഇതാണ് ആ കോട്ടയം കുമളി റോഡിലുള്ള വെള്ളച്ചാട്ടം, വളഞ്ഞെങ്ങാനം വെള്ളച്ചാട്ടം. എന്താ ഫോഴ്സിൽ വെള്ളം വരുന്ന ഫോഴ്സ്, എന്താ ഒരു രക്ഷയില്ല. മഴ ആയതുകൊണ്ട് ഇവിടെ സൈഡാക്കുന്നില്ല വണ്ടി. നമ്മളെ കുറച്ച് സുഹൃത്തുക്കൾ
പിന്നെ കുട്ടിക്കാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വണ്ടി നിർത്താതെ പോയാൽ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ കുട്ടിക്കാനത്തെത്തി. കുട്ടിക്കാനത്ത് നമ്മളെ കുറച്ച് സുഹൃത്തുക്കളും കൂടി വണ്ടിയിൽ കയറി. നമ്മളെ മാഷാണിത്. പിന്നെ നമ്മളെ ഫൈസി അംജിദ്ക്കൊക്കെ ഇത് ഇവിടെ വന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ റൂമിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഞാനിപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല. നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾ ഈ ഷിഫ്റ്റ് വണ്ടിയിലുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ ഇനി ഇവിടുന്ന് റൈറ്റ് കട്ട് ചെയ്ത് കുമളിക്ക് തിരിയും. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇതാ വണ്ടിപ്പെരിയാർ എത്തിയിട്ടാണ്. വണ്ടിപ്പെരിയാർ ഇപ്പോൾ വണ്ടി സൈഡാക്കി. നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ എല്ലാവരും ഇവിടുന്ന് മീറ്റ് ചെയ്ത് നമ്മൾ പുള്ളിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിപാടിനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാ നമ്മളെ വേറൊരാളിതാ മെയിൻ ഷെഫാണിത്. എല്ലാം അറിയില്ലേ എന്തൊക്കെയാ ഇനി വാങ്ങാൻ പോകണം ഇപ്പം നമ്മൾ. അപ്പോൾ പിന്നെ ചിക്കന് അല്ല ആടിനെ ചൂടാനുള്ള കുറച്ച് സാധനം കൂടി വാങ്ങിക്കാനുണ്ട്. അതും കൂടി വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് നമ്മളെ സ്റ്റാൻഡ് സ്ഥലത്തേക്ക് പോവുക ചെയ്യുന്നത്. 3 ആളുകളും 3 വണ്ടിയിലാണ് വന്നിട്ടുള്ളത്. ഏതായാലും നല്ല മഴ. വണ്ടിപ്പെരിയാർ മഴ. ഞങ്ങൾ വണ്ടിപ്പെരിയാറിന്ന് ഇപ്പോൾ ദാ ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട്. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ നിന്ന് ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചിട്ട് നേരെ റൂം എടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതാ വരിയായിട്ട് നടന്ന് വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിതാ ഊണ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറി. ഊണൊക്കെ വന്നു. എല്ലാവർക്കും ഇതാ ഊണ്. ഇങ്ങനെ ഇതെന്താ സാധനം? ഇത് കുസ്ക, മുട്ട പൊങ്ങിയത്, പിന്നെ ഉള്ളി. ഇതെല്ലാവരും ഫുഡ് ഉച്ചക്കത്തെ ചോറിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കട്ടെ. എല്ലാവർക്കും കുസ്കമ്മ കൂടിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം കേട്ടോ. ആ പാലത്തിന് കുറുകെ ആണ് നമ്മളിപ്പോൾ ക്രോസ് ചെയ്യുന്നത്. ഈ കുറുകെയുള്ള ഈ ക്രോസ് ചെയ്യുന്ന റോഡ് ഇങ്ങനെ പോകുന്നത് നമ്മളെ പത്തനംതിട്ട ഗവി ഭാഗത്തോട്ടാണ്. പക്ഷേ ഇതിലൂടെ എന്താ പറയുക, നമുക്ക് ഗവിയിലോട്ടൊന്നും കടത്തി വിടുന്നില്ല. ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പെർമിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ വണ്ടി കടത്തി വിടുള്ളൂ. അവിടേക്ക് പോകുന്ന റോഡാണിത്. ഈ റോഡിലൂടെ വേണം നമ്മൾ താമസിക്കുന്ന റൂമിലോട്ട് പോകാൻ. സത്രം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ സ്റ്റേയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇല്ല ഞാൻ സ്ഥലത്തില്ല. പെരിയാർ ടൈഗർ റിസർവിൻ്റെ കൊണ്ടുപോകുന്ന സഫാരി ഇതാട്ടോ ബസ്സാണിത്. ഈ ബസ്സിലാണ് നമ്മളെ കൊണ്ടുപോകുക. ഇവിടെ നമ്മൾ വണ്ടി സൈഡാക്കിയിട്ട് ആ ജീപ്പിൽ കയറിയിട്ട് നമ്മളെ സ്ഥലത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ചെക്ക് പോസ്റ്റിൽ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. നമ്മൾ റൂം എടുത്തുള്ള സത്രട്ടിലോട്ട് ഇവിടുന്ന് ജീപ്പിൽ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സാധനങ്ങളെല്ലാം കൂടി ഈ ഒരു ജീപ്പിൽ കയറ്റി. ഇനി ഇതിലൊരു 2-3 ആൾക്കാർ കയറും. പിന്നെ വേറൊരു ജീപ്പും കൂടി ഉണ്ട്. 2 ജീപ്പിലായിട്ടാണ് നമ്മൾ മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളത്രയും ലഗേജുകളും നമ്മളെ ആടൊക്കെ കണ്ടില്ലേ എല്ലാം ഉണ്ട്. ഇതിൽ 2 ആൾക്കാർ പോകും, ബാക്കി വണ്ടി മറ്റാൾക്കാർ. അങ്ങനെ ഞങ്ങൾ സത്രത്തിലോട്ടുള്ള വഴിയിലോട്ട് നമ്മളെ ജീപ്പ് തിരിഞ്ഞു. ആ റോഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. ഈ റോഡ് ഒരു കഷ്ടിച്ചൊരു 5 കിലോമീറ്ററോളം ഈ റോഡ് ഒരു ഓഫ് റോഡാണ്. ആ റോഡിലൂടെ നമ്മളിപ്പോൾ ജീപ്പ് എടുത്തിട്ടാണ് നമ്മളെടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോകുന്നത്. പ്രോപ്പർട്ടിയിലേക്ക് പോകുന്ന റോഡിൻ്റെ വഴിയാട്ടത്. ഈ വഴി 2 സൈഡിലും ഫുൾ തേയിലത്തോട്ടം. അതിൻ്റെ നടുവിലൂടെയുള്ള ഈ റോഡിലൂടെയാണ് പോകുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചളി. റോഡ് ഇങ്ങനെ മോശമായി പോകുന്തോറും റോഡ് ഇങ്ങനെ മോശമായി വരികയാണ്. നമ്മൾ റൂമിലോട്ട് പോകുന്ന വഴിയാട്ടത്. എന്താണെന്നറിയാം ഭംഗി. ആ സൈഡിൽ മൊത്തം കോട, കുന്ന്. ഈ ഭാഗത്ത് ഫുള്ള് പച്ച വിരിച്ചിട്ടുള്ള പുല്ലുകൾ. അതിൻ്റെ നടുവിലൂടെയുള്ള ഈ റോഡ് ഒരു വൈബന്നെ ഉണ്ടാവേ. അത് ഈ മഴക്കാലത്ത് പൊന്നോ റോഡ് രക്ഷയില്ല. ഇതാണ് പറ്റാത്തത്. കുലുങ്ങി
ഞങ്ങൾ താമസിക്കുന്ന സ്റ്റേൻ്റെ ഭാഗത്തെത്തി. നമ്മളെ വണ്ടി ഇതവിടെ സൈഡാക്കി നമ്മൾ ഓരോ സാധനങ്ങളും താഴത്തേക്ക് ഇറക്കട്ടെ. ഇതാണ് നമ്മളെ സ്റ്റേയിൽ നിന്ന് പിന്നിലേക്ക് പോകുന്ന വഴി. ഈ ഒരു ഏരിയയിലാണ് നമ്മളെ സ്റ്റേയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടുന്ന് ഫുള്ള് മൊട്ട കുന്നുകൾ, ഒരു ഭാഗത്ത് ഈ സൈഡിൽ ഫുള്ള് കോട, ആകാശം ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഈ ഭാഗത്താണെങ്കിലും അത്യാവശ്യം കോട ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട്, മഴക്കാറുണ്ട്. അങ്ങനത്തെ ഒരു അന്തരീക്ഷം കേട്ടോ. അങ്ങനെ നേരെ നമ്മളെ സ്റ്റേയിലോട്ട് പോവാം. അവിടെ കൂടി ചെറിയൊരു ഒരു പുഴ, ചെറിയൊരു അരുവി ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി ആയിട്ടുള്ള നല്ലൊരു ആംബിയൻസിലാട്ടോ നമ്മളെ സ്റ്റേയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓരോരുത്തരായിട്ട് സാധനങ്ങളുമായിട്ട് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഭാഗത്തേക്ക് നടന്നിങ്ങനെ പോവാം. ഒരു വഴി, ഈ ഒരു വഴിയിലൂടെ വേണം നമ്മൾ താമസിക്കുന്ന സ്റ്റേയിലോട്ട് ഇങ്ങനെ പോകാനായിട്ട്. ഈ ഭാഗത്ത് ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട്. അതിൻ്റെ ശബ്ദം കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. നല്ല കുഴപ്പമില്ലാത്തൊരു ആംബിയൻസ്, എല്ലാം കൂടിയുള്ള നല്ലൊരു വൈബുള്ള സ്ഥലം. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന റൂം കേട്ടോ. അപ്പോൾ ഇതിലാണ് ഞങ്ങൾ റൂം എടുത്തിട്ടുള്ളത്. ഇതിൽ മൊത്തം 3 ബെഡ്റൂമാണ് ഉള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ഇതൊരു റൂം, ഒരു 3 പേർക്ക് പിന്നെ സുഖസുന്ദരമായിട്ട് കിടക്കുക. പിന്നെ അതിൽ തന്നെ ചേർന്നിട്ടുള്ളൊരു അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബാത്റൂം, പിന്നെ വേറൊരു റൂമുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിലൊരു അറ്റാച്ച്ഡ് ബാത്റൂം, ഇതും വേറെ റൂം. ഈ ഒരു വീട്ടിലായിരുന്നു ഞങ്ങൾക്ക് താമസിക്കാനുള്ളത്. അപ്പോൾ അത് വരുന്നത് എന്താ പറയുക, സത്രം എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ താമസിക്കുന്ന പിന്നെ റൂമിലുള്ള കിച്ചണാട്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആടിനെ പിന്നെ റെഡി ആക്കിയതിന് ശേഷം ബാക്കിയുള്ള പരിപാടിയിലേക്ക് നിൽക്കാനുള്ള പരിപാടി. കാരണം വെച്ചാൽ രാവിലെ വാങ്ങിച്ച ആടാണ്. അപ്പോൾ ചിലപ്പം കേട് വന്നു കഴിഞ്ഞാൽ പരിപാടി തീരും. അപ്പോൾ നമ്മളിതാ കുറച്ച് കടലപ്പൊടി അത് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മസാല ഉണ്ടാക്കാനുള്ള പരിപാടിയിൽ. നമ്മൾ അംജിത്ക്കാണ് ഇത് കടലപ്പൊടി മിക്സ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. മൂപ്പര കൂട്ടാണ് ഇപ്രാവശ്യം. മൂപ്പര നാക്ക് മസാല ഉണ്ട്, ആ ഒരു മസാലയാണ് ഇപ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്യുന്നത്. എല്ലാ പ്രാവശ്യവും നമ്മളേതായ രീതിയിലുള്ളൊരു മസാല ഉണ്ടാവുക, നമ്മളെ തിരൂർ സ്പെഷ്യൽ മസാല. ഇപ്രാവശ്യം അത് മാറ്റി നമ്മൾ നേരെ ആലപ്പുഴയിലോട്ട് പോയി മസാലക്ക്. പുള്ളിൻ്റെ ഒരു ഐഡിയയിലുള്ളൊരു ക്രിയേറ്റിവിറ്റിയാണ് ഇപ്പോൾ വരാൻ പോണത്. ഏതായാലും ഉഷാറാവും ആ ഒരു മസാല. പല രീതിയിൽ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. എന്നും ഒരേ രീതിയിൽ നമ്മൾ മാത്രം ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിൽ വ്യത്യസ്തമായിട്ടൊരു രീതിയിലുള്ള മസാല ഉണ്ടാക്കുക. ഇതപ്പോൾ ഇങ്ങനെ നമ്മളെ കടലമാവ് ഇതെങ്ങനെ ചെറുവട്ടത്തിൽ ഇങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കട്ടോ. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കൂലേ? നെയ്യാണ്. നെയ്യാണ് മിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന് ശേഷം പിന്നെ നമ്മൾ ഗരം മസാല ഒക്കെ വെച്ചിട്ട് നല്ലൊരു മസാല ഉണ്ടാക്കി പിന്നെ ഒരു 4-5 മണിക്കൂർ നമുക്ക് ആടിൽ തേച്ച് പിടിപ്പിച്ചിട്ട് വേണം നമ്മൾ ആടിനെ ചുടാൻ വേണ്ടി. അത് ആടിനെ ചുടൽ വൈകിട്ട് ഒരു 6 മണിക്ക് ശേഷം തുടങ്ങുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ മസാല പുരട്ടി വെക്കുകയാണെന്ന് മാത്രം. എന്നാലേ ഇത് കറക്റ്റായിട്ട് ഇറച്ചിയിലൊക്കെ എല്ലാ സ്ഥലങ്ങളിലും മസാല ആയി കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയുള്ള പരിപാടിയിലാണ്. ഒരു ഭാഗത്ത് കടല മിക്സിങ്. ഇതാണ് നമ്മളെ ആട് കേട്ടോ. ഏകദേശം ഒരു 8 കിലോനോളം. പിന്നെ നമ്മളെ മട്ടന്. അപ്പോൾ ഇത് നല്ലോണം ഇതിൻ്റെ ചോരയൊക്കെ കഴുകി കളയണം. അതിന് വേണ്ടി പാത്രമൊക്കെ റെഡിയാക്കുകയാണ്. അതിന് ശേഷം വേണം നമുക്ക് മസാലയും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ 2 ബക്കറ്റിലാക്കിയിട്ടാണ് നമ്മൾ ഇറച്ചിയുള്ളത്. വലിയ വലിയ പീസാക്കിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യം പൊരിക്കേണ്ട കോലത്തിലാക്കിയിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ പരിപാടി ഇവർ 2 പേരും ചെയ്യുന്നു. നമ്മുടെ മസാലയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടാണ്. ഇനി ഇത് നേരെ നമ്മളെ പീസാക്കിയിട്ടുള്ള ആടിലേക്ക് നല്ലോണം മസാല പുരട്ടി മിക്സ് ചെയ്യും. അതിൻ്റെ പരിപാടിയിലേക്കാണ്. എന്നിട്ട് ഒരു 3 മണിക്കൂർ മസാല തേച്ച് പിടിപ്പിക്കും. അതിന് ശേഷം നമുക്ക് ചുടലങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ മസാല പുരട്ടലിൻ്റെ ചടങ്ങിലോട്ട് അങ്ങോട്ടിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പോവാം. അപ്പോൾ ഉദ്ഘാടനം ചെയ്യാനായിട്ട് മിസ്റ്റർ ഫൈസി ഞാൻ ഉദ്ഘാടനം വിളിക്കുകയാണ്. സ്വാഗതം ചെയ്താലും. മസാല തേപ്പ് കർമ്മത്തിനായി നമുക്ക് ഫൈസലിനെ സ്വാഗതം ചെയ്യാം. ഉദ്ഘാടന കർമ്മത മിസ്റ്റർ ഫൈസി ഉദ്ഘാടനം ചെയ്യാണ്. ഇതെല്ലാം നല്ലത് എല്ലാത്തിലും പിടിക്കും. അങ്ങനെ നമ്മളെ മസാല കർമ്മം ആരംഭിച്ചതാ. ഇവിടുന്ന് ഇങ്ങനെ ചെറിയ മട്ടത്തിൽ ചെറുമട്ടത്തിൽ ഇങ്ങനെ പുരട്ടും. ഇവിടെ എത്തിയിട്ട് മിക്സ് ആക്കും. എല്ലാത്തൊരു വൈബ് തന്നെ.
വൈബോട് വൈബേ വൈബേ വൈബേ. ഞങ്ങളെ മസാലൻ്റെ മിക്സിങ് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഇനി ഒരു 3 മണിക്കൂർ തേച്ച് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ വെക്കും. അപ്പോൾ അതിൻ്റെ മെയിനായിട്ട് നമ്മളെ ഷെഫ് ഇതാ പൈസയാണുള്ളത്. പൈസയാണ് ഒരു പൈസയാണ് നമ്മളെ മിക്സിങ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. ആള് കറക്റ്റായിട്ട് ഒരു 3 മണിക്കൂർ സമയം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയം നല്ല രീതിയിൽ മസാല ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് ആട്ടിലിങ്ങനെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൊരിക്കൽ തുടങ്ങാം. നമുക്ക് ഇതാ ഗ്രില്ലും കാര്യങ്ങളൊക്കെ സെറ്റാണ്, ചാർക്കോളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിന് ശേഷം നമുക്ക് പൊരി തുടങ്ങാം. ഞങ്ങൾ മൺസൂൺ കൊണ്ട് ആരംഭിച്ചിട്ടോ. ഇനി പിന്നെ ഞങ്ങൾ മസാലയും കാര്യങ്ങളൊക്കെ തേച്ച് ആടിലിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 3 മണിക്കൂറിന് ശേഷമാണ് നമ്മളത് പിന്നെ പൊരിക്കൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആ സമയം വരെ ഞങ്ങളിപ്പോൾ ഒരു മഴയൊക്കെ ഒന്ന് കൊണ്ട് കുറച്ചൊരു പുൽമേടുകളും കാടുകളൊക്കെ ഇങ്ങനെ ട്രക്ക് ചെയ്ത് കയറാനുള്ള പരിപാടിയിലാണ് എല്ലാവരും. പിന്നെ ഇവിടുന്ന് റെഡി ആയിട്ട് മുകളിലോട്ട് ഇങ്ങനെ പോയിട്ട് ഓരോ ഈ കാണുന്ന വഴിയിലൂടെ ഇങ്ങനെ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒത്തിരി പുൽമേടുകളൊക്കെ ഇങ്ങനെ കാണാം. അതിങ്ങനെ താണ്ടി ട്രക്കിംഗ് ഒക്കെ ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ റെഡി ആവുന്നുണ്ട്, സെറ്റ് ആവുന്നുണ്ട്. വൈബൈകാരം ഫ്രണ്ടിൽ നമ്മൾ അബീബ് മുന്നോട്ട് നടക്കുന്നുണ്ട്. പുറകിലായിട്ട് ബാക്കിയുള്ള ടീമുകളെല്ലാം റെഡി ആയിട്ട് ഇങ്ങനെ വരാൻ നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ ഹബീബ്, ആലപ്പുഴയിലുള്ളതാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോ ജില്ലയിൽ നിന്നും വന്ന ആളുകളാണ്. ഞങ്ങളെ ടീമുകൾ ഇതെല്ലാവരും വരിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഓരോരോ ടീമിൽ ഇതാ ഷെരീഫ് കഥ ഫ്രണ്ടിൽ. അപ്പം ഞങ്ങളൊരു ട്രക്കിംഗ് ഒക്കെ ഇങ്ങനെ പോകാനുള്ള പറയാം. നമ്മൾ പുറകിലായിട്ട് കാണുന്ന മലയാണ് ഇതിട്ടാ, നല്ല കോട കാര്യങ്ങൾ. ഫ്രണ്ടിൽ യൂസുഫ് ഖാ, പുറകിൽ നമ്മളെ മാഷ്, പിന്നെ നമ്മളെ അംജിദ് ഖാൻ്റെ സുഹൃത്ത്, അതുപോലെ തന്നെ നമ്മളതാ ഫൈസി, പിന്നെ മറ്റുള്ള ബൈജേട്ടന്, അൻസാർക്ക, അങ്ങനെ എല്ലാവരും കൂടി ഇതാ നമ്മളൊരു ട്രക്കിങ്ങിലുള്ള പരിപാടിയിലാണ്. ആ നടക്കാനാണെങ്കിൽ ഇങ്ങോട്ട്, കുളിക്കാനാണെങ്കിൽ ഇങ്ങോട്ട്, അങ്ങനെ പറഞ്ഞത്. ആദ്യം നടക്കാം. വഴിയിലൂടെ കേട്ടോ നമ്മളിങ്ങനെ ട്രക്ക് ചെയ്ത് ഇങ്ങനെ പോണത്. ഒരു രക്ഷയില്ലാത്ത വഴിവ്. രണ്ട് പുൽമേടുകളുടെ ഇടയിലൂടെ ഒരു റോഡ്. അതിൻ്റെ ഇടയിലൂടെ ഇതുപോലെയുള്ള കുന്നിൻ്റെ മുകളിലോട്ടൊക്കെ ഇങ്ങനെ കയറി ട്രക്ക് ചെയ്യുക. ഒരു പ്രത്യേക ഒരു വൈബ് തന്നെ കേട്ടോ. ഇതുപോലത്തെ മഴക്കാലങ്ങളിൽ ഈ പച്ചപ്പ് നിറഞ്ഞ ഈ ഒരു സമയത്ത് ഇതുപോലെയുള്ള ഈ പച്ചപ്പരവതാനി വിരിച്ച ഈ പുൽമേടുകളിലൂടെ ഇങ്ങനെ നടന്ന് പോയി അതൊക്കെ ആസ്വദിച്ച് മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ ആസ്വദിക്കാൻ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. ഈ സമയങ്ങളിൽ മാത്രമാണ് ഇതുപോലെയുള്ള സമയങ്ങളിൽ മാത്രമേ നമുക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു മഴക്കാലങ്ങളിൽ ഈ ഒരു പച്ചപ്പും ഹരിതാപൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിന് ഞങ്ങളെ പേര് തന്നെ മൺസൂൺ ഹണ്ട് എന്നാണ് ഞങ്ങൾ ഇട്ടിട്ടുള്ളത്. നമ്മളെ ചുറ്റുഭാഗം നല്ല മൊട്ടക്കുന്നുകൾ. ഇപ്പം മൊട്ടക്ക് പകരം നല്ല പച്ചപ്പാന്ന് മാത്രം. അപ്പോൾ നമ്മൾ നനഞ്ഞ് കുതിർന്ന് ഇതുപോലെയുള്ള ചളി നിറഞ്ഞ വഴിയിലൂടെ പ്രകൃതിയെ ആസ്വദിച്ച് ഇതുപോലെയുള്ള സ്ഥലങ്ങൾ, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വന്ന് റൂമെടുത്ത് പ്രകൃതിയെ വളരെ അടുത്തറിഞ്ഞിട്ട് ഇതുപോലെയുള്ള മൊട്ടക്കുന്നുകൾ തേടി ട്രക്ക് ചെയ്ത് കണ്ട് പ്രകൃതി എന്താണെന്നും മഴക്കാലം എന്താണെന്നുള്ളതും വളരെ നല്ല രീതിയിൽ അറിഞ്ഞ് ആസ്വദിച്ച് ഇങ്ങനെ പോകാനൊരു പ്രത്യേക ഒരു വൈബനായിട്ട്. ഇതുപോലെയുള്ള ചെറിയൊരു നൂല് പോലത്തെ മഴയും ആംബിയൻസും നമ്മളെ പുറകിലൊക്കെ കാണുന്നൊരു ഇത് കണ്ടില്ലേ, കുന്നുകൾ കണ്ടില്ലേ, എന്താ വൈബ്. പിന്നെ നല്ല പുല്ലൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന ഒരു ആംബിയൻസ്, വല്ലാത്തൊരു വൈബ് തന്നെ കേട്ടോ. നമ്മളെ പുറകിലൊക്കെ ആയിട്ട് കാണുന്ന കോടയാണ് ഇട്ടത്. എന്താണെന്നറിയാം, ഒരു രക്ഷയില്ല. ഈ മൊട്ടക്കുന്നൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഒരു വൈബ്. ആ ഗ്യാപ്പിലൂടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഒഴുകി വരുന്നുണ്ട്. ആ ഒരു ഇതാണ് കാഴ്ചയായിട്ട് കാണുന്നത്. ഞങ്ങൾ ട്രക്കിങ്ങിന് ഇറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ചകളാട്ടെ കാണുന്നത്. ഒരു രക്ഷയില്ലാത്ത കാഴ്ച. ഒരു സൈഡിൽ നിന്ന് കോട ഇങ്ങനെ അടിച്ച് വീശി വരുന്നില്ല. അവിടെ ഒരു പാർട്ടി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ ഒരു ആംബിയൻസിൽ നല്ല ഈ ഒരു ഇളം കാറ്റും അതിൻ്റെ ഇടയിലുള്ളൊരു തണുപ്പും വല്ലാത്തൊരു രസമുള്ള വൈബ്. അപ്പോൾ ആ ചാറ്റൽ മഴ പോയി, അതുകൊണ്ട് നല്ലൊരു രസമുണ്ട് കേട്ടോ ഈ ഒരു സമയത്തുള്ള പിക്ചറും അതുപോലെ തന്നെ ഈ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണാൻ വല്ലാത്തൊരു രക്ഷയില്ലാത്തൊരു ആംബിയൻസ്. ഈ കാണുന്ന മലമുകൾ ഗവിൻ്റെ സൈഡാട്ടോ. ഗവിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് വരുന്നത് ഈ ഭാഗം. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു 10-30 കിലോമീറ്റർ 20 കിലോമീറ്ററോളം അപ്പുറത്താണ്
ഗവി എന്ന് പറയുന്ന സ്ഥലം കിടക്കുന്നത്. അതുപോലെ തന്നെ ശബരിമല കാര്യങ്ങളൊക്കെ പിന്നെ നടന്നു പോകുന്ന പഴയ കാലത്ത് പോയിരുന്ന ഏരിയകളാണ് ഇതൊക്കെ. ഇപ്പോൾ സീസണിലെ സമയങ്ങളിൽ മാത്രം തുറന്നു കൊടുക്കാറുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഗവി പമ്പ ഏരിയയിലേക്കൊക്കെ പിന്നെ ആക്സസ് നടന്ന് പോകാൻ പറ്റിയിട്ടുള്ള ഒരു കാട്ടുപാത കൂടിയാണിത്. ട്രക്ക് ചെയ്ത് ഇങ്ങനെ വരുന്ന ഭാഗത്ത് കാണുന്ന ചെറിയൊരു വെള്ളം ചാട്ടമാണ്. ആ ഒരു സമയത്ത് ഇങ്ങനെ നല്ല മഴ പെയ്യുന്നതുകൊണ്ട് നല്ല രീതിയിലുള്ള വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട് കേട്ടോ. ഇതിന്റെ മുകളിലോട്ട് ഇങ്ങനെ ട്രക്ക് ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടത്തിന്റെ ഫോഴ്സ് ഒന്നും കൂടി നല്ല രീതിയിൽ കാണാൻ പറ്റും. വെള്ളത്തിനൊക്കെ ചെറിയ രീതിയിലുള്ള തണുപ്പുണ്ട്, നല്ല ആംബിയൻസ്, നല്ല വൈബ്. റൂമിലോട്ട് വന്ന വഴിയാട്ടോ. ആ വന്ന വഴിയിലുള്ള ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. അത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്രക്ക് ചെയ്ത് വന്നതാണ്. നല്ല ഫോഴ്സിൽ മുകളിൽ നിന്നും ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. നല്ല രസമുള്ള ആംബിയൻസ്, നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഏരിയ കേട്ടോ. ഇതാണ് ആ വെള്ളച്ചാട്ടത്തിന്റെ ഫുള്ളായിട്ടുള്ള ഒരു ആംബിയൻസ് കേട്ടോ. ഈ ഒരു ഏരിയയിലൂടെ വെള്ളം ഇങ്ങനെ ആ ഒരു അത്രയും ഹൈറ്റുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ പതിച്ച് ആ ഒരു ഏരിയയിലൂടെ ഇങ്ങനെ ഒഴുകി പോകണം ചെയ്യുന്നത്. മഴയൊക്കെ പെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ വെള്ളമുണ്ട്. ഇനി നമുക്ക് വീണ്ടും റൂമിൻ്റെ ഭാഗത്തോട്ട് നമുക്ക് ഇവിടുന്ന് കയറി ചെല്ലാം. ആ ഒരു ഭാഗത്തായിട്ട് പിന്നെ നമ്മൾ ചിക്കനും ആടും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ചൂടാം. ഏകദേശം ഇപ്പോൾ മസാല ഏകദേശം ഇപ്പോൾ 2 മണിക്കൂറോളമായി ഇപ്പോൾ സെറ്റായിട്ടുണ്ടാവും. നമ്മളവിടെ എത്തുമ്പോഴത്തേന് ഏകദേശം ഒരു 3 മണിക്കൂർ ഏകദേശം മസാല ഒക്കെ റെഡി ആയിട്ടുണ്ടാവും. അതുകൊണ്ട് നല്ല രീതിയിൽ ആടിൽ പിന്നെ കുടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമുക്കത് ഇന്ന് രാത്രി തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു അമ്പലം അങ്ങനെ എന്തോ ഉണ്ട്. ആ ഒരു ഏരിയയിലാണ് ഈ ഒരു വെള്ളച്ചാട്ടം വരുന്നത്. നമ്മൾ താമസിക്കുന്ന സ്റ്റേ ആണ് ഇത് കാണുന്നത്. അവിടുന്ന് കുറച്ചും കൂടി താഴേക്ക് ഇങ്ങനെ വന്ന് നടന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറിയ രീതിയിൽ നമുക്ക് വെള്ളത്തിൽ അർമാദിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. നീന്തലൊന്നും അറിയാത്ത ആളുകൾക്കൊക്കെ സുഖസുന്ദരമായിട്ട് കുളിക്കാം, അവർക്ക് പറ്റിയുള്ള ഏരിയയാണ്. ഇവിടെ ഇങ്ങനെ ഈ വെള്ളത്തിൽ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നാലേ നല്ല ഇളം തണുപ്പും വൈബും എല്ലാം കൊണ്ടും നല്ലൊരു ആംബിയൻസ്. നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി കനൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. തീ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നല്ലോണം തീ പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ മസാല ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആടുണ്ട് ഇവിടെ. ഇത് നേരെ നമ്മൾ ഫോയിൽ പേപ്പറിൽ പൊഴിഞ്ഞിട്ട് നേരെ എന്ത് ചെയ്യും, നമ്മളിതിൻ്റെ മുകളിലിട്ടിട്ട് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ വേവിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അതങ്ങനെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് കനലുണ്ടാക്കണം. കനലിങ്ങനെ ആയി വരണേ. പുറത്താണെങ്കിലും നല്ല മഴയാണ്, അതുകൊണ്ട് തീ പിടിച്ച് കിട്ടുന്നില്ല, നല്ല തണുപ്പാണ് അന്തരീക്ഷം. ഏകദേശം നമ്മളെ കനൽ റെഡി ആയിട്ടോ. ഏകദേശം ഫുള്ളായിട്ട് ഈ കനൽ ഇങ്ങനെ ഇത് ഈ കത്തുന്നത് ഇങ്ങനെ നിൽക്കണം, എന്നിട്ട് റെഡ് കളറായി വരണം. ആ സമയത്താണ് നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള ആട് ഇതിൻ്റെ മുകളിലോട്ട് വെട്ടിട്ട് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു ഏകദേശം ഒരു 10% കൂടി കത്തിയെടുക്കേണ്ട. ഈ കറുപ്പ് കണ്ണൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് കനലായി വരും. അപ്പോൾ റെഡ് കളർ ഇങ്ങനെ വരും. എന്നിട്ട് അതിന് മേലൊക്കെ ഇങ്ങനെ ആ മസാല ഇങ്ങനെ പുരട്ടി വെച്ചിട്ടുള്ള ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചൂടാക്കി ഇങ്ങനെ എടുത്തേണ്ടല്ലോ, ഒരു രക്ഷയുണ്ടാവില്ല. ഞങ്ങൾ ഏകദേശം കനൽ റെഡി ആയിട്ടാണ്. ഇനി ഇത് നേരെ നമ്മളിത് മസാല പറ്റിയിട്ടുള്ള ഇതുപോലെ ഫോയിൽ പേപ്പറിൽ ആക്കി ഇങ്ങനെ പൊതിഞ്ഞ് ഇങ്ങനെ ചെറിയൊരു കഷ്ണം കീറിയിട്ട് ഇത് റോൾ ചെയ്തിട്ട് നേരെ നമ്മൾ ആ ചൂടായിട്ടുള്ള കനലിൻ്റെ മേലെ വെക്കുകയാണ് ചെയ്യുന്നത്. ആ പരിപാടി നമ്മൾ വൈചേട്ടൻ ചെയ്യുന്നു. ഓരോരുത്തർക്കും ഓരോ പണി ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഓരോ 5 മിനിറ്റ് കൂടുമ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മറിച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഏകദേശം 1 മണിക്കൂർ 2 മണിക്കൂർ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെ വെന്ത് കിട്ടും. അപ്പോൾ ഏകദേശം തീയൊക്കെ കറക്റ്റായി. ഏകദേശം നമ്മൾ ആട് റെഡി ആയതിൻ്റെ കണക്ക് എവിടെ പോയി എന്നൊരു പൊടി പൊടുത്തില്ല. ആകെ അപ്പം ഇപ്പോൾ ബാക്കിയുള്ള പീസ് തന്നെ ആകെ ഇത്ര പീസുള്ളൂ. ബാക്കി സാധനം വരണം കണ്ട് പോകണം കണ്ട് ഒരു വിവരവും ഇല്ല. എന്താ ഇപ്പം കഥ? ആകെ ഇപ്പം ഉണ്ടായിരുന്നതിൽ ഇപ്പം എത്ര ബാക്കിയായത്? ഇപ്പം എല്ല് മാത്രം ഉണ്ട് ഇവിടെ. ആകെ എല്ല് മാത്രം അഞ്ഞ് ബാക്കിയുള്ളത്. ബാക്കിയൊക്കെ തീർന്നു. എവിടെ പോയി എന്നൊരു പൊടുത്തില്ല ഈ സാധനം. ചപ്പാത്തി ഒന്നും ആർക്കും വേണ്ട, എല്ലാവർക്കും ആടിനെ മതി. അങ്ങനെ നമ്മളെ ഭക്ഷണം സ്റ്റാർട്ട് ചെയ്തിട്ടോ. ഇടയ്ക്ക് ഭക്ഷണം ഒരു നല്ലൊരു അടിച്ചാപ്പൊളി ആടിൻ്റെ കാലിൻ്റെ പീസ്, മയോണീസ്, നല്ല കിടുക്കാച്ചി ചപ്പാത്തി, ഏകദേശം ഫുള്ള് തീർന്നിട്ട് ഇതൊക്കെ എങ്ങനെ എത്ര പെട്ടെന്ന് തീർന്നു അറിയാം. ഇതൊക്കെ അവർക്ക് സത്രത്തിലെ 2ാമത്തെ ദിവസത്തെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ
കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇവിടുന്ന് നേരെ ജീപ്പിൽ വീണ്ടും നമ്മൾ വണ്ടി വെച്ച ഭാഗത്തേക്ക് വീണ്ടും പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് നേരെ ജീപ്പിൽ പാക്ക് ചെയ്ത് ഇവിടുന്ന് വേറൊരു ജീപ്പും കൂടി വന്നിട്ട് ആ ജീപ്പിൽ നേരെ കയറി നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എല്ലാവരും അവനവൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് നേരെ വണ്ടിയിൽ കൊണ്ടുവെക്കും. അപ്പോൾ അതിന് മറ്റേ ജീപ്പ് ഒരു അരമണിക്കൂറുള്ള ജീപ്പ് വരും. ആ ജീപ്പിൽ കയറിയിട്ട് വീണ്ടും നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് പോയി അവിടുന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്ത് നേരെ നാട്ടിലേക്ക് തിരിക്കാനാണ് ഇന്നത്തെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഒന്ന് രണ്ട് സ്ഥലങ്ങളും ഇന്ന് കവർ ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റേൻ്റെ ഇതാണ് കാണുന്നത്, ബാക്ക് സൈഡിൽ കാണുന്നത്. എല്ലാവരും ഓരോ പരിപാടിയിലാണ്. അങ്ങനെ ഞങ്ങളതാ സത്രത്തിലെ താമസം കാര്യങ്ങളൊക്കെ സ്റ്റേ ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ ഇവിടുന്ന് ഡ്രസ്സുകളും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ നേരെ വീണ്ടും വണ്ടി പാർക്ക് ചെയ്ത് സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീപ്പ് വന്നിട്ടുണ്ട്. ഈ ജീപ്പിൽ എല്ലാവരും കയറിയിട്ട് നേരെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് പോകും. അപ്പോൾ അവിടേക്ക് വരുന്ന ജീപ്പ് റിവേഴ്സ് ചെയ്തിട്ട് കാണുന്ന അവസ്ഥയിൽ പോയി കാണും കേട്ടോ. പോകേണ്ട വണ്ടി ഗ്രിപ്പ് കിട്ടണില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തള്ളി കൊടുത്തോട്ടോ എല്ലാവരും കൂടി. പോകേണ്ട വേറൊരു വണ്ടി, ഇത് വേറൊരു വണ്ടി. ഇങ്ങനെ ഈ രണ്ട് വണ്ടിയിലായിട്ടാണ് നമ്മൾ മുകളിലോട്ട് വീണ്ടും കയറി പോകുന്നത്. എന്താ വണ്ടിൻ്റെ ടയർ കിടന്ന് തിരിഞ്ഞാണില്ല, അത്ര തീരെ ഗ്രിപ്പ് എന്ന് പറഞ്ഞ സാധനം കിട്ടണില്ല. ഞങ്ങളെ സത്രത്തിലെ സ്റ്റേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളെ വണ്ടി ഇതാ നമ്മൾ മുന്നിലെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തെത്തി. ഇനി വണ്ടിയിൽ കയറിയിട്ട് ഇനി ഇവിടുന്ന് വേറെ സ്ഥലത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്. എല്ലാവരും വണ്ടിയിൽ ലഗേജൊക്കെ കയറ്റി ഇനി ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് നേരെ നമ്മൾ ഒന്ന് രണ്ട് സ്ഥലം കൂടി ഇവിടെ കവർ ചെയ്യാനുണ്ട്. അത് കണ്ടിട്ട് നേരെ നാട്ടിലേക്ക് തിരിക്കും. അതാ നമ്മൾ വണ്ടി എടുക്കാൻ പോകട്ടോ. ഞങ്ങളിപ്പോൾ പാമ്പനാർ, അതായത് നമ്മളിപ്പോൾ നിന്നുണ്ടായിരുന്ന പിന്നെ സത്രത്തിൽ നിന്ന് നേരെ മടങ്ങി പാമ്പനാർ വന്നു. പാമ്പനാർ നമ്മൾ റൈറ്റ് കട്ട് ചെയ്തിട്ട് പിന്നെ ചാർലിക്കുളം പോകുന്ന റോട്ടിലേക്ക് കയറിട്ടോ. ഇത് കൈലാസഗിരി പിന്നെ ഒരു മലൻ്റെ മുകളിലേക്കൊക്കെ പോകുന്ന ഒരു വഴിയാണിത്. ഇതായൊരു ബോർഡും കാര്യങ്ങളൊക്കെ കാണാം. കൈലാസഗിരി മഹേശ്വര ക്ഷേത്രം ആ ഒരു വഴിയിലോട്ട് പോകുന്ന ഒരു സ്ഥലമാണത്. വഴിയിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് നല്ല വൈബാട്ടോ. അല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള കാറ്റ് ഒക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ്. ഒരു 2 വർഷം മുന്നേ വൈകി ഞാൻ വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. ഇതാണ് ചാർലി സിനിമയിൽ ആ ഒരു പാട്ട് സീൻ ചിത്രീകരിച്ചിട്ടുണ്ടല്ലോ, ചാർലി കുളം എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഒരു പിന്നെ ഏരിയയിലേക്ക് പോകുന്ന ഒരു വഴിയാണിത്. പിന്നെ പാമ്പനാറിന് ഒരു 5 കിലോമീറ്റർ പിന്നെ നമ്മൾ കോട്ടയം കുമളി റോഡിന് പാമ്പനാറിന് വരുന്നതാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് എല്ലാവരും റോഡിലൂടെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ഥലത്തോട്ടെത്തും. ആ ഒരു ഹൈവേ NS എന്നൊരു കഷ്ടിച്ചൊരു 5 കിലോമീറ്റർ ഉള്ളൂ ഈ ഒരു ഏരിയയിലേക്ക് വരുന്നത്. അപ്പോൾ അവർ പോകുന്നൊരു വഴിയാട്ടത്. ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു ചാർലി സിനിമയിൽ ആ ഒരു പാട്ട് രംഗം കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എത്തും. ചാർലി കുളം എന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ പേര്. ആ ഒരു വഴിയിലോട്ട് പോകുന്നൊരു റോഡാണിത്. ചെറിയൊരു മൺ റോഡ്. അതിൻ്റെ ഇടയിലൂടെ ഒരു രണ്ട് സൈഡിലും തേയിലത്തോട്ടങ്ങൾ, അതിൻ്റെ നടുവിലൂടെയാണ് ഈ ഒരു റോഡ് ഇങ്ങനെ പോകുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ സ്പോട്ടിലോട്ട് എത്തും. ഓരോരുത്തരിതാ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. കുളമാട്ടോ ചാർലി കുളം. ഈ ഒരു ഭാഗത്തല്ല, അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ കുളമാണ് ചാർലി സിനിമയിൽ ഒരു പാട്ട് രംഗം ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതിൽ ഒരു തള്ളിയിടുന്ന ഒരു വെള്ളത്തിലേക്ക് തള്ളിയിടുന്ന ഒരു രംഗം ഉണ്ടല്ലോ, ആ രംഗം ഷൂട്ട് ചെയ്തിട്ടുള്ള ഏരിയയാണ് ഈ ഒരു ഏരിയ. ആ ഒരു കുളം കാണാൻ വേണ്ടി വന്ന ആളുകളാണ് ഇവരെല്ലാവരും. ഒരു രക്ഷയുമില്ലാത്ത ആംബിയൻസ്. തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ ഒരു ചെറിയ റോഡ്, അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഈ ഒരു ഒഴുകി പോകുന്ന വെള്ളമെല്ലാം കൂടി നിന്നിട്ടുള്ളൊരു കെട്ടി നിൽക്കുന്നൊരു ഏരിയ. ആ ഒരു നമ്മൾ സിനിമയിലൊക്കെ കാണാൻ അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ളൊരു സ്പോട്ട്, ഫോട്ടോഷൂട്ട് കാര്യങ്ങൾക്കൊക്കെ പറ്റിയിട്ടുള്ള കിടുക്കൻ ഏരിയ ആട്ടത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണത്. നമുക്ക് ഫോട്ടോസിലൂടെയും വീഡിയോസിലൂടെ ഒക്കെ കണ്ട് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ഏരിയ കൂടിയാണത്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ഉണ്ടോ, നല്ല ആംബിയൻസ്.
ഹാർലി കുളത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ നേരെ ഇനി നാട്ടിലേക്ക് തിരിക്കുകയാണ്. ഇനി വണ്ടി പിന്നിലേക്ക് കയറി ഓരോരുത്തർ അവനാൻ്റെ വീട്ടിലോട്ട് തിരിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും ഇതാ വണ്ടിയിൽ കയറുന്നുണ്ട്. കുട്ടിക്കാനം കഴിഞ്ഞ വീട്ടിലോട്ട്. അതാണ് ഞങ്ങളുടെ പ്ലാനിങ്. ഇനി ഒരു പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും ബായ്.